നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന സംഘത്തിലെ ഒരാളെ കൂടി ഒല്ലൂർ പോലീസും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി അമ്പാടിയിലെ വീട്ടിലെ പ്രദീപാണ് അറസ്റ്റിലായത്. ചിറങ്ങരയിൽ ടോൾ നൽകുന്ന ദേശീയപാതയിൽ രൂപപ്പെട്ട അപകടക്കെണി ഉടനെ നികത്തണമെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറാലി ആവശ്യപ്പെട്ടു. നിരവധി മരണങ്ങളും അപകടങ്ങൾക്കും കാരണമായ ചിറങ്ങരയിലെ അപകടക്കെണി മാറ്റണമെന്നാവശ്യപ്പെട്ട് RJD നടത്തിയ സമരാഗ്നി ചിറങ്ങരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരന്തരപ്പള്ളി ആറ്റപ്പള്ളിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ആറ്റപ്പള്ളി പള്ളത്തുവിട്ടിൽ ആന്റുവിന്റെ മകൻ 12 വയസ്സുള്ള ഷാർബൻ, ആറ്റപ്പള്ളി വെളുത്തെടുത്ത് വിശ്വന്റെ മകൻ 8 വയസ്സുള്ള അദ്വൈത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ശിക്ഷിച്ചു. എൽത്തുരുത്ത് തറമേൽ ഹരീഷ് ചന്തുവിനെയാണ് സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇരിഞ്ഞാലക്കുട ജഡ്ജി CR രവിചന്ദ്രൻ ശിക്ഷ വിധിച്ചത്. വിദ്യാർത്ഥികളിലെയും യുവജനങ്ങളിലെയും ശാസ്ത്രീയ അവബോധവും വിജ്ഞാനാന്വേഷണത്വരയുമെല്ലാം വർദ്ധിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു. ചാലക്കുടി മേഖല ശാസ്ത്ര കേന്ദ്രത്തിൽ പുതിയതായി ആരംഭിച്ച സീഡ്സ് ഓഫ് കൾച്ചറൽ ഗാലറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നീതിന്യായ സംവിധാനത്തിലെ പെൺപൊരുമയുമായി കണ്ണകിയുടെ നഗരം. കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന 4 കോടതികളുടെയും ചുമതല വനിതകൾക്കാണെന്നത് യാദൃശ്ചികമായ ആശ്ചര്യമാണ്. വനിതാ ദിനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജി V വിനീത, കൊടുങ്ങല്ലൂർ മുൻസിഫ് K കാർത്തിക, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് KN ആശ, ഗ്രാമീണ ന്യായാലയം ന്യായാധികാരി റീച്ച R നായർ എന്നീ 4 വനിതാ ന്യായാധിപന്മാരും ഒരുമിച്ചു. ഇക്കുറിയും പുതിയ പാലം എന്ന വാഗ്ദാനവുമായി സ്ഥാനാർത്ഥികൾ വരുമെന്ന പ്രതീക്ഷയിലാണ് കൊടുങ്ങല്ലൂരിലെ ചാലക്കുളം പ്രദേശത്തുകാർ. 7 പതിറ്റാണ്ടിലധികം കാലപ്പഴക്കമുള്ള മേത്തലയിലെ മാണിമക്കത്തോട് പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളേറെയായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പാലം ജീർണാവസ്ഥയിലാണ്. ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സേവാഭാരതി ദിവസേന നടത്തിവരുന്ന അന്നദാനം വനിതാ ദിനം പ്രമാണിച്ച് വനിതകൾ തന്നെ പൂർണ്ണമായും ഏറ്റെടുത്ത് നടത്തി. NSS കരയോഗങ്ങൾ വിവിധ തലങ്ങളിലായി നടത്തിയ തിരുവാതിരക്കളി മത്സരങ്ങളിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ വിജയികളായ കൂടപ്പുഴ വനിതാ സമാജം ടീം അംഗങ്ങളാണ് ഭക്ഷണം വാഹനത്തിൽ കൊണ്ടുവന്നതും പതിവ് ഭക്ഷണത്തോടൊപ്പം മധുരവും വിളമ്പിയത്. എരവത്തൂർ SKV LP സ്കൂൾ വാർഷികാഘോഷവും രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. കുടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ MS സജീവൻ അധ്യക്ഷത വഹിച്ചു. ഒമ്പുതുങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് സമൂഹാഭിഷേകം സംഘടിപ്പിച്ചു. വ്രതമെടുത്തു വന്ന എല്ലാ ഭക്തരും ക്ഷേത്ര ശ്രീകോവിലിനകത്ത് പ്രവേശിച്ച് സമൂഹാഭിഷേകം നടത്തി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.